വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നിങ്ങളെല്ലാവരും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ കാണാൻ ശ്രമിക്കണം, പഠിക്കണം. കാരണം ഓരോ ക്വസ്റ്റ്യനും ഓരോ മോഡലായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇൻ്റഗ്രൽ cos x by cos x plus sin x. ഇങ്ങനെ കോസ് അല്ലെങ്കിൽ ഇവിടെ സൈൻ വരാം, cos x plus sin x വരാം. ഇങ്ങനെയാണ് വരുന്നത്. എളുപ്പമായി നമുക്ക് ചെയ്യാം, ഈസിലി. നമുക്ക് എന്താണോ ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത് അതുകൂടെ എഴുതുക, cos x plus sin x. പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക, മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ cos x plus sin x. നമുക്ക് ഇതിൻ്റെ മിഡിലിൽ സൈൻ നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഡിനോമിനേറ്റർ എന്താണ് അതിവിടെ എഴുതുക, ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ എഴുതുക. ഇവിടെ നമ്മൾ മൈനസ് ആണ് ഇടുന്നതെങ്കിൽ നമുക്ക് കോസ് ക്യാൻസൽ ആവും. പക്ഷെ നമുക്കിവിടെ എന്ത് വേണം, cos x വേണം, വേണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് എഴുതണം. 2 cos x വരും, അതിനെ ക്യാൻസൽ ചെയ്ത് നമുക്കിവിടെ ഹാഫ് കൊടുക്കാം. എന്നിട്ട് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. ദിസ് ബൈ ദിസ് 1 പ്ലസ് minus sin x plus cos x by cos x plus sin x. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ, അല്ലേ? ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ്. ഈ ഒരു ഫോർമുലയ്ക്ക് നമുക്ക് എന്ത് എഴുതാം, ലോഗ് മോഡ് എഫ് എക്സ് പ്ലസ് സി. ലോഗ് മോഡ് എഫ് എക്സ് പ്ലസ് സി. അപ്പം അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ കൊണ്ടുവന്നത്. ഇതിൻ്റെ ആൻസർ വരും ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് ലോഗ് ഡിനോമിനേറ്റർ. നമ്മളിവിടെ സൈനും വരാം, ഇതേപോലെ വരാം. ഇവിടെ cos x മൈനസ് സൈൻ എക്സ് വരാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ എന്തിട്ടാണ് അതുപോലെ എഴുതുക. ഇതുപോലെ കോസും സൈനും വരുന്നൊരു കേസ് പെട്ടെന്ന് ചെയ്യാം, ഈസി. പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. പിന്നെ മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ളത് ഇത് നോക്കി നമ്മൾ എഴുതും. ഇവിടെ മൈനസ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ കോസ് ക്യാൻസൽ ആകും, നമുക്ക് കോസ് വേണം, അതുകൊണ്ട് അത് പ്ലസ് ആക്കുക. പക്ഷേ 2 cos x കിട്ടുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഹാഫ് ചേർത്ത് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് ലോഗ് ഡിനോമിനേറ്റർ. Number 27 e raised to 9x plus e raised to 12x the whole raised to 1/3. e raised to 9x outside എടുക്കാം. 27 plus e raised to 3x. e raised to 9x into e raised to 3x, the whole raised to 1/3. e raised to 9x the whole raised to 1/3. e raised to 3x. 27 plus e raised to 3x the whole raised to 1/3. 27 plus e raised to 3x is equal to 3 e raised to 3x. Derivative of 27 0. e raised to 3x chain rule. e raised to 3x into derivative of 3x 3. Integral becomes e raised to 3x dx എന്തായിട്ട് മാറും 1/3 into d. This becomes e raised to 1/3. x raised to n 4. x raised to n plus 1 by n plus 1. One by 3 into 1/3 plus 1 plus 3 cancel. 1/4 into 27 plus e raised to 3x the whole raised to 4 plus
Question number 3. 1 by x plus x raised to 5 dx is equal to f of x plus c. ഇങ്ങനെ തന്നിട്ടുണ്ട്. 5 x raised to 4 by x plus x raised to 5 dx. അത് നോക്കിയിരുന്നു. x plus x raised to 5 dx. x into 1 plus x raised to 4 dx. നമുക്കിങ്ങനെ പവർ വരുന്ന കേസിൽ നമുക്കിവിടെ എന്താണ് വന്നിരിക്കുന്നത് അതാദ്യം ഇവിടെ എഴുതുക. എക്സ് റൈസ് ടു 4 ഇൻറ്റു 1 പ്ലസ് എക്സ് റൈസ് ടു 4 പവർ ഒന്ന് കുറച്ച് എഴുതിയാൽ മതി. എക്സ് റൈസ് ടു 4 എക്സ് റൈസ് ടു 3 ക്യാൻസൽ ചെയ്തുകൂടെ എക്സ് എക്സ് റൈസ് ടു 4 നമുക്ക് എന്തായിട്ട് എഴുതാം. 4x cube dx is equal to dt. x cube dx എന്നുള്ളത് 1/4 dt. 1/4 into integral 1/t into t plus 1 dt. 1/4 into 1/t into t plus 1 is 1/t minus 1/t plus log a minus log b. 1/4 into log t minus 1/4 into log t plus 1 plus c. T replace t by x raised to 4. Log x raised to m. m log x. അപ്പോൾ ക്യാൻസൽ ചെയ്യും. log x minus 1/4 log x raised to 4 plus 1 plus c. ഇതാണ് നമുക്ക് എഫ് എക്സ് ആയിട്ട് തന്നിരിക്കുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു എഫ് എക്സ്. So fx is equal to log x minus 1/4 log x raised to 4 plus 1. We have to find integral 1 by x plus x raised to 4 by x plus x raised to 5. ഇവിടെ x കട്ട് ആവും. 1 plus x raised to 4. നമ്മളിവിടെ x raised to 4നെ 1 plus x raised to 4നെ t കൊടുത്താൽ എന്ത് വരും? 4x cube dx dt. So x cube dx is equal to 1/4 into 1/t dt. x raised to 1 plus x raised to 4 t കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. 1/4 log t plus c. ഇവിടെ 1/4 log 1 plus x വരും അല്ലേ. നമുക്കതിൽ നിന്ന് എഫ് എക്സ് എങ്ങനെ കണക്ട് ചെയ്യാം? ഇതിനെ നമുക്ക് ലെഫ്റ്റിൽ കൊണ്ടുവന്ന് ഇതെങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു log x മൈനസ് എഫ് എക്സ്. ഇതിൻ്റെ വാല്യൂ മുഴുവനായിട്ട് കണക്ട് ചെയ്യും. ദാറ്റ് ഈസ് 1/4 log 1 plus x plus c. That is equal to log x minus f x. Number 4. Integral root of 5 plus x square by x raised to 4 dx. x square into 5 by x square plus 1 by x raised to 4 dx. Root of x square and x. Here x cut down. Root of 5 by x square plus 1 by x cube dx. 5 by x square plus 1 എങ്ങനെ എഴുതാം? 0. 5 into 1 by x square എന്താ? x raised to minus 2. n x raised to n minus 2 minus 2 by x cube dx is equal to dt.
ഡി എക്സ് ബൈ എക്സ് ക്യൂബ് എന്തായിട്ട് മാറും? മൈനസ് 1/10 dt. Integral becomes minus 1/10 into root of t means t raised to half. Minus 1/10 t raised to 3/2 by 3/2 plus minus 1/15 pi by x square plus 1 the whole raised to 3. നമ്മൾ ആദ്യം എക്സ് സ്ക്വയർ ഔട്ട്സൈഡ് എടുത്ത് എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് വെളിയിൽ വരുന്ന എക്സ് ആവും. ഇങ്ങനെ എക്സ് റൈസ് ടു 4 കട്ടാക്കി എക്സ് ക്യൂബായി പിന്നെ നമുക്ക് കിട്ടും. e raised to x into 1 plus tan x plus tan square x dx. e raised to x into fx plus f dash x ആണ് നമുക്ക് എന്ത് എഴുതാം? e raised to x into fx plus c. 1 plus tan square x നമുക്ക് എങ്ങനെ എഴുതാം? c square x. ഈ tan x അതേപോലെ എഴുതി 1 plus tan square c square x. ഓക്കെ, ഇത് fx ആയി, ഇത് f dash x ആയി അല്ലേ? fx is equal to tan x, this is equal to f dash. So answer is e raised to x into f of x plus c. Here fx is equal to tan x. Question number 6. e raised to x square plus 4x plus 30 x square plus 4x. This is a quadratic polynomial. Then coefficient of x square 1 ആണല്ലോ. നമ്മൾ 4ന്റെ ഹാഫ് എടുക്കുക, ഹാഫ് ഇൻറ്റു 4 2. ഈ കിട്ടിയ നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക. ഇവിടെ 6 ആണ്, ഹാഫ് ഇൻറ്റു 6 3, 3 സ്ക്വയർ 9 പ്ലസ് 13 ഇതിന് ക്യാൻസൽ ചെയ്യും മൈനസ്. നമുക്ക് ഇത്രയും ടേം എന്താ? a plus b the whole square form വരും അല്ലേ? x plus 2 the whole square plus 13 minus 9 4. 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 square integral 1 by x square plus a square ഫോമായി 1 by a tan inverse x by a plus c. Here a is equal to 3. tan inverse x plus 2 by 3. ഇങ്ങനെ ഒരു നമുക്കിത് കിട്ടുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്യാം. 1 അല്ലെങ്കിൽ അത് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് അതിൻ്റെ സ്ക്വയർ, ഹാഫ് ഇൻറ്റു 4 2 സ്ക്വയർ 4 പ്ലസ് 30 പിന്നെ ഇവിടെ പ്ലസ് 4നെ ക്യാൻസൽ ചെയ്യും മൈനസ് 4. നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എക്സ് എഴുതാം. നമ്മൾ ഹാഫ് കൊണ്ട് ഇൻറ്റു ചെയ്ത് കിട്ടുന്ന നമ്പർ ഇവിടെ എഴുതും. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് പ്ലസ് ആണ്, പ്ലസ് ഇവിടെ മൈനസ് ആയിരുന്നു, നമ്മൾ എന്ത് എഴുതും? എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ 13 മൈനസ് 9 പോസിറ്റീവ് 4 പ്ലസ് 9നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 സ്ക്വയർ. നമ്മൾ ഇതിൽ ഏത് ഫോമാണെന്ന് ഓർക്കുക. അപ്പോൾ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ. ഇവിടെ 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയിരുന്നു, എന്ത് വരും? 1 ബൈ 2a log mod x മൈനസ് എ ബൈ എക്സ് പ്ലസ്. That is 1 by 3 plus 2 by 3 plus number 7. Integral sin square x by cos raised to 4x dx. നമുക്ക് ഇതിനെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ 1 ബൈ കോസ് സ്ക്വയറിന് സി സ്ക്വയർ എന്ന്. സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്ത്? ടാൻ സ്ക്വയർ. കോസ് റൈസ്ഡ് 4നെ കോസ് സ്ക്വയർഡ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർഡ് എക്സ് എഴുതി 1 ബൈ കോസ് സ്ക്വയർഡ് എക്സ് സി സ്ക്വയർഡ് എക്സ് എന്ന് എഴുതി. സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എന്ത്? ടാൻ സ്ക്വയർ.
Put tan x is equal to t. C square x dx becomes dt. T square. T square means t raised to 3 by 3. That is 1 by 3 tan cube x plus c. Sin square x by cos raised to 4 ne cos squared into cos square. 1 by cos square immediately. Sin square by cos square tan square x. Put tan x is equal to t. C square x dx becomes dt. Integral becomes t square. T raised to 3 by 3. 1 by 3 tan cube x plus c. Integral cos 4x plus 1 by cot x minus tan x. A cos 4x plus b sin a. One plus cos 2a and 2 cos square a. 1 plus cos 4x ne നമുക്ക് എങ്ങനെ എഴുതാം 2 cos square 4.5 2x. cot x നെ cos by sin എന്ന് എഴുതാം. tan x നെ നമുക്ക് എങ്ങനെ എഴുതാം sin x by cos x dx. 2 cos square 2x. 1 plus cos theta 2 cos square theta by 2. ഇവിടെ 4 ആയത് അതിന് ഹാഫ് വന്നു. കോട്ടിന് cos by sin tan. Taking LCM cos squared x minus sin square x whole divided by cos x sin x. It is 2 cos square 2x into cos squared x minus sin squared x എന്താണ് cos 2x ആണ് അല്ലേ cos x sin x whole divided by cos 2x. 1 cos 2x cancel. cos 2x into 2 cos x sin x നെ നമുക്ക് എങ്ങനെ എഴുതാം sin 2x. ഇപ്പോൾ ഒരു ഹാഫ് കൊടുത്തിട്ട് 2 cos 2x sin 2x ആയത് എന്താവും sin 2a. നമ്മളിവിടെ ഹാഫ് കൊടുത്തു എന്നിട്ട് നമ്മളിവിടെ ഒരു 2 കൊടുക്കുക 2 cos a sin a sin 2a 2ൻ്റെ ഡബിൾ. Integral sin 4x എന്താ minus cos 4x divided by 4. minus 1 by 8 cos 4x plus c. ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്താ കിട്ടി minus 1 by 8. Integral root x by 1 plus x dx, that is equal to a root x b tan inverse root x plus c. Find a and b. Find a and b. Root x by 1 plus x dx, a root x plus b tan inverse root x plus c. Find a and b. Put x is equal to tan square theta. dx ഉണ്ടാവും 2 tan theta c square theta d theta. Integral root of tan square theta tan theta 1 plus tan square theta c square theta dx 2 tan theta c square theta d theta. C square theta cancel. 2 into tan tan square. Tan square theta നമുക്ക് എങ്ങനെ എഴുതാം c square theta minus 1.
സി സ്ക്വയർ തീറ്റ ഇൻ്റഗ്രേറ്റിംഗ് ടാൻ തീറ്റ -1 ഇൻ്റഗ്രേറ്റിംഗ് തീറ്റ പ്ലസ് നമ്മൾ എക്സിനാണ് ടാൻ തീറ്റ കൊടുത്തത് അല്ലേ. റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. സോ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് tan theta root x 2 tan inverse x plus c. ഇതാണ് നമുക്ക് തന്നിരുന്നത് a root x plus b tan inverse root x plus c. Therefore a is equal to 2, b is equal to -2. നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക. പിന്നെ നെക്സ്റ്റ് 2 വീഡിയോ ആയിട്ട് ഡെഫിനിറ്റ് ഇൻ്റഗ്രലുണ്ട്. നമുക്കത് ഇത് കഴിഞ്ഞിട്ട് ഏരിയ ആപ്ലിക്കേഷൻ ഒരു വീഡിയോ ഉള്ള ചെറിയ പ്രാവശ്യം അതില്ല, എന്നാലും കൂടുതൽ ചോദിക്കും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡെഫിനറ്റിൻ്റെ ഇടാം. എല്ലാവരും ചെയ്ത് പഠിക്കണം. താങ്ക് യു.